ഏഷ്യനെറ്റിൽ മികച്ച പ്രേക്ഷക പിന്തുണയുണ്ടായിരുന്ന പരമ്പരയായിരുന്നു സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗം. സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗം സൂപ്പർ ഹിറ്റായിരുന്നുവെന്ന് വേണം പറയാൻ. എന്നാൽ തൊട്ടു പിന്നാലെ പരമ്പര അവസാനിക്കുകയും പിന്നീട് സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ സീരിയലിന്റെ ഒന്നാം ഭാഗത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടായിരുന്നു സീരിയലിന്റെ രണ്ടാം ഭാഗം. അതുകൊണ്ട് തന്നെ സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിനുണ്ടായിരുന്ന അത്രയും ആരാധകരൊന്നും തന്നെ സീരിയലിന്റെ രണ്ടാം ഭാഗത്തിന് ഉണ്ടായിരുന്നില്ല. ആരാധകരുടെ വലിയ ആഗ്രഹമായിരുന്നു സീരിയലിന്റെ ഒന്നാം ഭാഗത്തേതുപോലെ തന്നെ വീണ്ടും പരമ്പരയൊന്ന് ആരംഭിച്ചിരുന്നു എങ്കിലെന്ന്. ഇപ്പോൾ ആരാധകരുടെ ആ ഒരു ആഗ്രഹമാണ് സാധിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ. പരമ്പരയിൽ അഞ്ജലി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഗോപിക അനിൽ തന്നെയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് ഗോപിക അനിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ സീരിയലിന്റെ രണ്ടാം ഭാഗമോ മൂന്നാം ഭാഗമോ ഒന്നുമല്ല, മറിച്ച് സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗം തന്നെ വീണ്ടും ചാനലിൽ റീടെലികാസ്റ്റ് ചെയ്യുകയാണ്. ഇതിന്റെ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. ആരാധകർക്കെല്ലാവർക്കും വലിയ സന്തോഷമായി എന്ന് വേണം പറയാൻ. ഏഷ്യനെറ്റിലേക്ക് തന്നെ പരമ്പര തിരിച്ചെത്തിയിരുന്നുവെങ്കിലെന്ന് ആരാധകർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ആരാധകരുടെ ഈ ഒരു ആഗ്രഹത്തെ മാനിച്ചുകൊണ്ടാണ് വീണ്ടും പരമ്പര റീടെലികാസ്റ്റ് ചെയ്യുന്നത്. ആരാധകർക്കെല്ലാവർക്കും ഈ വാർത്ത കേട്ട് വലിയ സന്തോഷമായി എന്ന് വേണം പറയാൻ. മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗം. അഞ്ജലിയുടെയും ശിവന്റെയും ഹരിയുടെയും അപ്പുവിന്റെയും ബാലേട്ടന്റെയും ദേവിയേട്ടത്തിയുടെയും ഒക്കെ കഥ പറയുന്ന ഈ പരമ്പരയ്ക്ക് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു പരമ്പരയിലെ സംവിധായകന്റെ മരണം. പിന്നീട് പരമ്പര ഒട്ടും ദീർഘിക്കാതെ പരമ്പര അവസാനിക്കുകയായിരുന്നു. പരമ്പര അപ്രതീക്ഷിതമായി പെട്ടെന്ന് അവസാനിച്ചത് ആരാധകരെ എല്ലാവരെയും വല്ലാതെ നിരാശയിലാക്കി. തൊട്ടു പിന്നാലെ സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗവും പുറത്തു വരികയായിരുന്നു. എന്നാൽ സീരിയലിന്റെ ഒന്നാം ഭാഗത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടായിരുന്നു സീരിയലിന്റെ രണ്ടാം ഭാഗം. കഥയിലും കഥാപാത്രങ്ങളിലും കഥാപശ്ചാത്തലത്തിലും ഒക്കെ തന്നെയും വലിയ മാറ്റങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിന് വലിയ പ്രേക്ഷക പിന്തുണയുണ്ട് എന്നുണ്ടെങ്കിലും സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗം കണ്ട് പരമ്പര ഇഷ്ടപ്പെട്ടവർക്ക് അത് വലിയൊരു നഷ്ടം തന്നെയാണ്. സീരിയലിന്റെ ഒന്നാം ഭാഗത്തേതുപോലെ സാമ്യമുള്ള പരമ്പര വീണ്ടും ആരംഭിച്ചിരുന്നുവെങ്കിലെന്നായിരുന്നു ആരാധകർ ഒരുപാട് ആഗ്രഹിച്ചത്. ഇപ്പോൾ ഇതാ ആ ഒരു ആഗ്രഹം മാനിച്ചുകൊണ്ടാണ് പരമ്പര വീണ്ടും റീടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ സന്തോഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്. സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗം നിങ്ങൾ കാണാറുണ്ടോ? ആ പരമ്പരയും സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗവും തമ്മിൽ സാമ്യമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.